എനിക്ക് മുഖം നോക്കാതെ നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ട്. ഈ കയ്യടി വളരെ ജെനുവിനായിട്ടുള്ളൊരു കയ്യടിയാണ്. നിങ്ങളെല്ലാവരും ഇത് നടക്കുന്നത് അറിഞ്ഞും കേട്ടും സ്വന്തം ചെലവിലും വണ്ടിയിലും ബസ്സിലും ഒക്കെ കയറിയും തിരക്കിലും ഒക്കെ വന്ന് ഇവിടം വരെ ഇരിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ഇപ്പൊ എന്താ നീ എന്താണ് ഉദ്ദേശിക്കുന്നത് വത്സ? മനസ്സിലായില്ല? മനസ്സിലാക്കി തരാം. അല്ലാതെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ പേടിപ്പിച്ചു കൊണ്ടുവന്ന ആൾക്കാരല്ല എന്നുള്ള ഉത്തമ ബോധ്യം എനിക്കുണ്ട്. അതെന്നാ വർത്താനം പറഞ്ഞു വെച്ചു പോയി. ഞാൻ അല്പം ഡീസന്റ് ആയി പോയതുകൊണ്ട് നിന്നെ പോലെ തറയാവാൻ എന്നെ കൊണ്ട് പറ്റില്ല കേട്ടോ. ഇതിനിപ്പോ നിങ്ങൾ കൈയടിച്ചില്ലേലും കുഴപ്പമൊന്നുമില്ല. കാരണം നിങ്ങൾ രണ്ടുപേര് കൈയടിച്ചില്ല, അതുകൊണ്ട് നാളെ നിങ്ങൾക്ക് പണി തരണോ വേണ്ടയോ എന്ന് ഞങ്ങൾ ആരെങ്കിലും ഒന്ന് ആലോചിക്കട്ടെ എന്നൊന്നും ഈ വേദിയിലിരിക്കുന്ന ഒരാളും ആരോടും പറയാൻ പോകുന്നില്ല എന്നുള്ളൊരു ധൈര്യം ഇതിന് വലിയ കാര്യമായിട്ടുണ്ട്. അപ്പൊ നീ എനിക്ക് പുല്ലുവിലൂടെ തരുന്നത് പുല്ലുവില. വിഷമിക്കാതിരിക്കും, ഇതിലും വലുത് ഏതാണ്ട് വരായിരുന്നു, ഇങ്ങനെ തീർന്നെന്ന് കരുതിയാൽ മതി. ഇവൻ എന്നോട് ചോദിച്ചു, എടാ നീ എന്താണ് ഓടിച്ചെന്ന് കോൺഗ്രസിൽ ചേർന്നത്? എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. അതെ, ഞാൻ പറഞ്ഞു, എടാ നോക്കൂ, ഇപ്പൊ എനിക്ക് മുമ്പ് പ്രസംഗിച്ചവരെല്ലാം പലതവണ ആവർത്തിച്ച പല കാര്യങ്ങൾ, സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള കാര്യം, സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ളൊരു കാര്യം, ഇത്രയും വലിയ ലോക ചരിത്രത്തിൽ ഇത്രയധികം വോട്ടുകൾ 50-60 വർഷം കൊണ്ട് മേടിച്ച മറ്റൊരു പാർട്ടി ലോകത്ത് എവിടെയും തന്നെ ഇല്ല എന്നുള്ളത് ഉറപ്പാണ്. അത്രയും വേണോ? ആരോടെങ്കിലും ഇതൊന്നും പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു മനസ്സമാധാനം കിട്ടണ്ടേ? അപ്പൊ അതുപോലെ ഒരു പ്രസ്ഥാനം ഈ രാജ്യത്തിന് ഉള്ളപ്പോൾ ഞാൻ വേറെ ഏത് പ്രസ്ഥാനത്തിനോടൊപ്പമാണ് ഞാൻ നിൽക്കേണ്ടത്? അതെന്റെ ഒരു കടമയല്ലേ, ഞാൻ അവിടെയല്ലേ നിൽക്കേണ്ടതെന്ന് ചോദിച്ചു. ഉടനെ ഇവൻ ചോദിച്ചു, നിങ്ങളുടെ പ്രസ്ഥാനത്തിന് എന്ത് ആശയമാണുള്ളത് എന്ന് ചോദിച്ചു. ചാടി അതൊരു മെയിൻ ചോദ്യമാണ്. എന്തായാലും നിന്നെ ഇനി ഇവിടെ വെച്ച് പൊറിപ്പിക്കുന്ന പ്രശ്നമേ ഇല്ല. ഞാൻ പറഞ്ഞു, ജനാധിപത്യ മൂല്യങ്ങളും ഭരണഘടനയുമാണ് കോൺഗ്രസ് പാർട്ടിയുടെ ആശയം എന്ന് പറയുന്നത്. അല്ലാതെ 100-150 വർഷം മുമ്പ് ഇന്ന് നമ്മൾ താമസിക്കുന്ന ഈ ലോകത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാലത്ത് ഒരാൾ എഴുതിയ ഒരൊറ്റ ബുക്കും കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നിട്ട് അതുപോലെ നാളെയാവും മറ്റന്നാളാവും അത് കഴിഞ്ഞാൽ ഒരു ദിവസം സ്വർഗം വരും എന്ന് പറഞ്ഞ് ഇരിക്കുന്ന എനിക്ക് പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഉറപ്പായിട്ടും ഇതിലേക്കായതെന്ന് പറഞ്ഞു. മുതലും പലിശ ചേർത്ത് കിട്ടി. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? കാണാൻ പറഞ്ഞു. പക്ഷെ നിങ്ങളുടെ പാർട്ടി കേഡർ പാർട്ടിയല്ല, അടുത്ത സ്ഥാനം അവൻ പറയാണ്. ഞാൻ പറഞ്ഞു, അത് ശരിയാണ്, നമ്മുടെ പാർട്ടി കേഡർ പാർട്ടി അല്ല. എന്താണ് കേഡർ എന്ന് ചോദിച്ചു. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. അപ്പൊ പറഞ്ഞു, മുകളിൽ നിന്ന് താഴത്തോട്ട് പറയും, നമ്മൾ അനുസരിക്കും. ഞാൻ തിരിച്ചു വല്ലതും പറയാൻ പറ്റുമോ? അതില്ല, നമ്മൾ മുകളിൽ നിന്ന് ഇങ്ങനെ താഴത്തോട്ട് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ നമ്മളോട് ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് ചെല്ലണം, അങ്ങോട്ട് പോ എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് പോകണം. എന്നെ നാണം കെടുത്തരുത്, ഇവർക്കൊക്കെ എന്നെ വലിയ ബഹുമാനമാണ്. കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ. ഞങ്ങളുടെ ഏതെങ്കിലും നേതാക്കൾ രാവിലെ ഉറങ്ങി എണീറ്റിട്ട് ഇത് രാത്രിയാന്ന് പറഞ്ഞാൽ ഞങ്ങൾ സമ്മതിക്കണം. അതാണ് കേഡറിന്റെ ഒരു പ്രധാന സിസ്റ്റം. ഒരക്ഷരം പോലും തെറ്റിയില്ല. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അപ്പൊ ഞാൻ ചോദിച്ചേട്ടാ, ആരെങ്കിലും ഒക്കെ കുറച്ച് ധൈര്യമുള്ള ആൾക്കാർ പാർട്ടിയിൽ ഉണ്ടാവുമല്ലോ. ഇവര് തിരിച്ചു ചോദിക്കൂല്ലോ, ചേട്ടാ ഇതിപ്പം രാവിലെ അല്ലേ, ഇത് രാത്രി അല്ലല്ലോ. അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? പുള്ളി അങ്ങനെ ആരെങ്കിലും ചോദിച്ചാൽ പുള്ളിനെ അപ്പൊ തന്നെ നമ്മൾ വർഗ്ഗശത്രുവായിട്ട് പ്രഖ്യാപിക്കും. പിന്നെ വേറെ കുറെ പരിപാടികളുണ്ട്. അതുമായിട്ട് എനിക്കിട്ടൊന്ന് വെച്ചതാണല്ലോ. എന്റെ സ്വഭാവം അങ്ങനെ, ഞാൻ വെക്കുമ്പോ എല്ലാവർക്കും ഇട്ടൊന്ന് കൊള്ളും. കോൺഗ്രസിനെ സംബന്ധിച്ച് ഇതൊരു നീ പറഞ്ഞൊരു വലിയ പ്രശ്നമുണ്ട്. കാരണം കോൺഗ്രസിന് അണികളുണ്ട്, കോൺഗ്രസിന് അംഗങ്ങളുണ്ട്, പക്ഷേ കോൺഗ്രസിന് അടിമകളില്ല എന്നുള്ളതൊരു വലിയ പ്രശ്നമാണ്. ഈശ്വര, ഓരോന്നോരോന്നെ പുറത്തേക്ക് വന്നോണ്ടിരിക്കുകയാണല്ലോ. ഇന്നത്തോടെ ഈ കണിക്കൊരു തീരുമാനമാകും. എന്നാ പുള്ളി പറഞ്ഞു, അടിമത്തത്തിനെതിരെ ഏറ്റവും കൂടുതൽ പോരാടിയത് ഞങ്ങളുടെ പാർട്ടിയാണ്. ഞാൻ പിന്നെ ഒന്നും പറയാൻ പോയില്ല. കാരണം ഈ ലോകത്തിന്റെ ഏത് കോണിൽ എന്ത് നല്ല കാര്യം നടന്നാലും അത് നമ്മളുണ്ടാക്കിയതാന്ന് പറയുന്ന ഒരു പരിപാടി പണ്ട് തൊട്ടേ ഇവരുടെ കയ്യിലുണ്ട്. മനുഷ്യനെ താഴ്ത്തി കിട്ടുന്ന സ്വഭാവം പണ്ടേ നിന്റെ രക്തത്തിലുള്ളതാണ്. ഉള്ള കാര്യം തുറന്ന് പറയുന്ന ആരെയും പേടിക്കണ്ട. ഇപ്പൊ തമാശ പറയാൻ പറ്റാത്തൊരു കാലമാണ്. അയ്യോ, എന്നിട്ട് എന്ത് പറ്റി? കാരണം നമ്മുടെ എതിരെ മത്സരത്തിന് വന്നിരിക്കുന്നത് വലിയ വലിയ നേതാക്കളാണ്. നമുക്ക് അവരോടൊപ്പം നിന്ന് തമാശ പറഞ്ഞ് ജയിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. ഇപ്പൊ ഒരു ഉദാഹരണത്തിന്, ഞാനൊരു സ്റ്റേജിൽ കയറി തമാശ പറയാൻ തുടങ്ങി. എൻ്റെ ഒരു നല്ല തമാശ വരുന്നതിന് മുമ്പ് ആകാശത്തോടൊരു വിമാനം പറന്നുപോയി. ആൾക്കാരെല്ലാം പൊട്ടി പൊട്ടി ചിരിക്കാൻ തുടങ്ങി വിമാനം കണ്ടപ്പോൾ. ഞാൻ ഓർത്തു, ഇനി പണ്ട് വിമാനത്താവളത്തിനെതിരെ നടത്തിയ വല്ല സമരത്തെക്കുറിച്ച് ഓർത്തൊക്കെ ആയിരിക്കും ഇവർ ചിരിക്കുന്നത്. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ തിരുവട്ടമാ. ഈശ്വര, ഇനി എന്ത് ചെയ്യും? ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. അല്ലാതെ എന്താണ് ഇപ്പൊ വിമാനം കണ്ടാൽ ഇത്ര ചിരിക്കാനുള്ളത്? നോക്കിയപ്പോൾ അത് താണു പറക്കുന്ന വിമാനമാണ്. നോക്കുമ്പോൾ അതിൽ ഇൻഡിഗോ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് കണ്ട ഉടനെ ആൾക്കാർ പൊട്ടി പൊട്ടി ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കൈകൊണ്ട്
അത്ര പ്രത്യേകതയൊന്നും ഇല്ലാത്ത ഒരു ആക്ഷൻ കാണിച്ച് ആൾക്കാരെ ഒന്ന് സമാധാനപ്പെടുത്തി. ചേട്ടാ അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. നാണക്കടായി നാട്ടിലും വീട്ടിലും. ഞാൻ പറഞ്ഞു, നിങ്ങൾ എൻ്റെ മിമിക്രി കേൾക്കണം. ഞാൻ ആദ്യമായിട്ട് ഒരു ട്രെയിനിന്റെ ശബ്ദം അനുകരിക്കാൻ പോവാണെന്ന് പറഞ്ഞു. ട്രെയിൻ എന്ന് കേട്ട ഉടനെ ഇവർ പിന്നെയും ചിരിക്കാൻ തുടങ്ങി ആൾക്കാർ. ഞാൻ പറഞ്ഞു, നില്ല, ഇത് ഒറിജിനലായിട്ട് എൻ്റെ ട്രെയിനിന്റെ ശബ്ദം അനുകരിക്കാനുണ്ട്. അവർ സമ്മതിച്ചില്ല, അവർ ചിരി നിർത്തുന്നില്ല. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഇപ്പം ചിരിക്കണ്ട, ഞാനൊരു തമാശ പറയും, അപ്പം ചിരിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പം എന്ന് കേട്ട ഉടനെ ഇവർ പിന്നെയും ചിരിക്കാൻ തുടങ്ങി. ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ? അത്തരത്തിൽ ഞങ്ങളുടെ മേഖലയിൽ ടൈറ്റ് കോമ്പറ്റീഷൻ നടക്കുകയാണ്. ആരൊക്കെയാണ് തമാശയുടെ രംഗത്തേക്ക് ഇറങ്ങിയേക്കുന്നതിൽ കയ്യും കണക്കുമില്ല. അതിനകത്തൊരു ആക്കലുണ്ടല്ലോ. അല്ല, പ്രഭാകരേട്ടന് വീട്ടില് വിലയില്ലെങ്കിലും നാട്ടില് പുല്ല് വിലയാ. തോക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് എന്റെ കൂട്ടുകാരൻ പിന്നെയും പറഞ്ഞു, പക്ഷെ നിങ്ങൾ ഭയങ്കര ഗ്രൂപ്പിന്റെ പ്രശ്നമുണ്ട്, ഞങ്ങൾക്ക് അതില്ല. ഞാൻ ചോദിച്ചു, എന്താണ്? അല്ല, നിങ്ങൾക്ക് എ ഗ്രൂപ്പ് ഉണ്ട്, നിങ്ങൾക്ക് ഐ ഗ്രൂപ്പ് ഉണ്ട്, ഇവര് തമ്മി ഭയങ്കര പ്രശ്നങ്ങളാണ്. ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, രണ്ടായാലും ഈ എയും ഐയും കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് ഒരു ക്യാമറ വെച്ചപ്പോൾ ഉണ്ടായത്ര പ്രശ്നമൊന്നുള്ളൂ. എയും ഐയും തമ്മിൽ ഇവിടെ ഇല്ല. അല്ല, എന്തെങ്ങനെയൊക്കെ പറയണേ? പിന്നെ ഞാൻ എങ്ങനെയൊക്കെ പറയണം? ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ. അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കയറിയേക്കോ? അതിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. ഈ ഒരു ഒറ്റ ഗ്രൂപ്പിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. അത്രയും പ്രശ്നമൊന്നും ഇവിടെ ഇല്ല എന്ന് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. പോവാ. ഇവൻ എന്നെ കൊണ്ട് പോകുള്ളെന്ന് തോന്നുന്നു. അപ്പൊ അവൻ പറഞ്ഞു, നീ ഇത്രയൊക്കെ പറയുകയാണെങ്കിൽ നിന്നെ നമ്മുടെ നോട്ടപ്പുള്ളിയാക്കി വെച്ചിട്ടുണ്ട്. നീ തീർന്നടാ, നീ തീർന്നു. ഇത്ര അഹങ്കാരം പാടില്ലടാ. ഒന്ന് പോവാടാ മരമാക്കി, പോയി തരത്തി പോയി കളിക്കടാ. ഞങ്ങളുടെ സൈബർ ശക്തിയെക്കുറിച്ച് നിനക്ക് അറിയില്ല. അടുത്ത ഒരാഴ്ച നിനക്കെതിരെ വലിയ തരത്തിലുള്ള ട്രോളുകളും എഴുത്തുകളും കാര്യങ്ങളും പരിപാടികളൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. പലതരത്തിൽപ്പെട്ട പരിപാടികളുണ്ട്. നീ പേടിക്കണം. അത്രേ ഉള്ളോ? ഇത്ര മതിയോ? സൈബർ ഏരിയയിൽ നിന്നെ ഞങ്ങൾ കാണിച്ചു തരാൻ നിനക്ക് പലതരം ഇടപാടുകൾ ഞങ്ങളുടെ പ്ലാൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അത് നീ വേണേ ചെയ്തോ. കാരണം പണ്ട് കമ്പ്യൂട്ടറിനെതിരെ സമരം നടത്തിയത് വിജയിക്കാതെ പോയതുകൊണ്ട് ഇപ്പൊ സൈബർ എന്ന് പറയുന്ന ഒരു സ്ഥലമെങ്കിലും ഉണ്ട്. ആ സമരംഗം വിജയിച്ചിരുന്നെങ്കിൽ ഇപ്പൊ സൈബർ സ്പേസും ഇല്ല, സൈബറും ഇല്ല, ഒന്നുമില്ല. അതവിടെ പറഞ്ഞോട്ടെ. എന്താ ശരിയല്ല മാവ? ശരിയല്ലെന്ന് എടോ, ശരിയല്ലെങ്കിൽ ശരിയെന്ന് പറയണോ? ശരിയാ. പക്ഷെ കാലം കടന്നുപോയി, കമ്പ്യൂട്ടറുകൾ വന്നു, ഇന്റർനെറ്റ് വന്നു, അതെല്ലാം വന്നു. ഇതെല്ലാം വന്ന് കാലം ഇത്രയും മുന്നോട്ട് പോയി ഇപ്പോഴും കമ്പ്യൂട്ടറിനോടുള്ളൊരു ദേഷ്യം തീർന്നിട്ടില്ല. നിയമസഭയിൽ ഇരിക്കുന്ന കമ്പ്യൂട്ടർ വരെ കണ്ട അപ്പത്തിനെടുത്ത് എറിഞ്ഞു കളയും. അങ്ങനത്തെ ഒരു എന്തൊക്കെയോ. ഇത് എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. സംശയമുണ്ടോ? ഇങ്ങനെ നാറാനൊരു ചങ്കൂറ്റം വേണം കേട്ടാ. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. എന്നാ പിന്നെ വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു വരും മുമ്പ് ഞാൻ പോട്ടെ. ദൈവം കാക്കട്ടെ.